ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിലെ സീതാഹനുമൽ സംവാദം തുടരുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. രമണമിവ നിജ ശിരസ്തികനിവിനോട് ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുദാ പ്ലവകുല പരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരീ ദൃഢം ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തൻ അതീവ വിശ്വാസ്യൻ ദയാപരൻ പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയക്കുകയുമില്ല മത്സന്നിധവും മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മത്പരിതാപവും കണ്ടുവല്ലോ ഭവാൻ. സീതാദേവി ഭർത്താവിന് എന്ന പോലെ മോതിരം തൻ്റെ ശിരസിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, വാനരന്മാരിൽ ബുദ്ധിമാനെ, വീരഹനുമാനെ, എനിക്ക് വീണ്ടും നീ ജീവൻ നൽകിയിരിക്കുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നവനാണ് നീ. യഥാർത്ഥത്തിൽ ശ്രീരാമദേവൻ്റെ ഉത്തമ ഭക്തനും ഏറ്റവും വിശ്വാസ്യനും നീ തന്നെയാണ്. എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ബന്ധുവായ ഒരാളെയല്ലാതെ മറ്റാരെയും എൻ്റെ അടുത്തയക്കാൻ ശ്രീരാമദേവൻ ഒരുങ്ങുകയില്ല. എൻ്റെ സുഖവും ദുഃഖവും ഞാൻ കഴിയുന്ന രീതിയും എല്ലാം നീ കണ്ടുവല്ലോ. കമലതല നയനനകതളിരിലിനുമാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ രജനിചരവര നശനമാക്കും എന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ. അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ച് എന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കയെന്നു ചൊല്ലു നീ. ശ്രീരാമദേവന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് കൂടുതൽ കാരുണ്യമുണ്ടാകുന്ന വിധത്തിൽ എൻ്റെ വിവരങ്ങൾ അറിയിക്കുക. രാവണൻ 2 മാസത്തെ അവധി എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അവൻ്റെ ആഹാരമായി മാറേണ്ടി വരും. അതിനാൽ നീ വളരെ വേഗം നിന്റെ കർത്തവ്യം ചെയ്തു തീർക്കുക. എത്രയും പെട്ടെന്ന് രാവണനെ കൊന്നു എൻ്റെ ദുഃഖം കളഞ്ഞ് എന്നെ രക്ഷിക്കുവാൻ ശ്രീരാമദേവനോട് പറയുക. ഹരേ കൃഷ്ണ. ഇതിൻ്റെയും ബാക്കി അടുത്ത ഭാഗത്ത്.